തില്ലങ്കേരിയാണ്. ഇപ്പൊ രണ്ടാം പിണറായി ഗവൺമെന്റിൽ ആഭ്യന്തര വകുപ്പിന് മന്ത്രിയുമില്ല. അതുകൊണ്ട് തന്നെ കടിഞ്ഞൂണില്ലാത്ത പശുവിന് ഏത് തൊഴുത്ത് ആയാൽ എന്താ പ്രശ്നം എന്ന് ചോദിക്കുന്നത് പോലെ ഇനി റബാഡ എന്നല്ല ഏത് റബ കൊണ്ടുണ്ടാക്കിയ അവലോസുണ്ട വന്നാലും ഒരു രക്ഷയും ഈ സർക്കാരിനെ സംബന്ധിച്ചില്ല. പക്ഷേ ഇവർ നാൾക്ക് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, നിലപാട് എന്ന്. കഴിഞ്ഞ ദിവസം ഇലക്ഷന് മുമ്പ് പാർട്ടി സെക്രട്ടറി അത് തിരുത്തി, നിലപാടല്ല നിലനിൽപ്പാണ് നമ്മുടെ മെയിൻ എന്ന്. എങ്കിൽ പോലും ആ നിലനിൽപ്പിന് വേണ്ടി ഇപ്പോഴവർ മാറ്റി പറയുന്നത് ഇവർ വർഷാവർഷം ഡിവൈഎഫ്ഐയുടെ അടക്കം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി 564 രക്തസാക്ഷികളുടെ കുടീരങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന മറ്റ് ദീപശിഖ ഒരുമിച്ച് കൊണ്ടുവന്നിട്ടാണ് ഇവർ സംസ്ഥാന സമ്മേളനം നടത്തുക. ഇനിയെങ്കിലും ഉളുപ്പുണ്ടോ? പണ്ട് ഇപ്പൊ വി എസ് അച്യുതാനന്ദൻ ആസന്ന നിലയിലാണ്. അദ്ദേഹം നിയമസഭയിൽ ചോദിച്ചതുപോലെ ഉളുപ്പുണ്ടോ എന്ന് ഇവരോട് ചോദിക്കേണ്ട ഗതികേടാണ് ഇപ്പോൾ ഉള്ളത്. നോക്കൂ, ആരാണ് റബാഡ ചന്ദ്രശേഖരൻ? അദ്ദേഹം ഏറ്റവും കൂടുതൽ വിമർശനം നേരിട്ടത്, അദ്ദേഹം ഏറ്റവും കൂടുതൽ വേട്ടയാടപ്പെട്ടത്, അദ്ദേഹം ഏറ്റവും കൂടുതൽ കരിങ്കൊടി കണ്ടത്, അദ്ദേഹത്തിന്റെ വണ്ടിക്ക് നേരെ ഏറ്റവും കൂടുതൽ കല്ലുകൾ ഉയർന്നു വന്നത് ഡിവൈഎഫ്ഐക്കാരുടെ കൈകളിൽ നിന്നാണ്. അദ്ദേഹം യാത്ര ചെയ്യുന്ന വഴിയോരങ്ങളിൽ കരിങ്കൊടിയുമായി അദ്ദേഹത്തെ വരവേറ്റിരുന്നത് ഡിവൈഎഫ്ഐക്കാരാണ്. അദ്ദേഹത്തിന്റെ വാഹനങ്ങളുടെ ചില്ല് പൊട്ടിച്ചത് ഡിവൈഎഫ്ഐക്കാരന്റെ കയ്യിലിരുന്ന കരിങ്കല്ലാണ്. ആ കരിങ്കൊടിയും താഴെ വെച്ച് റബാഡ ഞങ്ങൾക്കെല്ലാം വിശുദ്ധനാണ്, നമ്മുടെ മാമന്റെ മോനാണല്ലോ എന്ന് പറയുന്ന രീതിയിൽ ഇവർ നിലപാട് സ്വീകരിക്കുമ്പോൾ ആ നിലപാടിലെ വൈരുദ്ധ്യത അത് ഞങ്ങൾ തുറന്നു കാണിക്കും. ഒന്ന്. രണ്ട്,